പ്രിയപ്പെട്ട കോസ്റ്റ് സയൻസ് ഫോറം മെമ്പർമാരെ, മറ്റ് ഈ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ കണ്ട് ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള സഹോദരന്മാരെ, ഈ ഹൗ ടു ബിക്കം എ സയൻറ്റിഫിക് ഓഫീസർ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി എന്നാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഈ പ്രോഗ്രാമിൽ OCES DGFS 2025 എന്ന പ്രോഗ്രാമിലൂടെ ബാർക്ക് വഴി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയിൽ സയൻറ്റിസ്റ്റ് ആവുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. OCES ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. ഈ ഒരു പ്രോഗ്രാം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയിൽ സയന്റിസ്റ്റ് ഓഫീസർ സി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുക. ഈ ഒരു ഇതിലൂടെ ജോയിൻ ചെയ്ത് സയന്റിഫിക് ഓഫീസർ സി ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഗവൺമെന്റ് പ്രോഗ്രാമുകൾക്കും പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കറിയാം, ധാരാളം ലെവലുകളുണ്ട് UPSC പരീക്ഷയിലും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷയിലും. അതിൽ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നൊക്കെ പറയും. അതിൽ ഗ്രൂപ്പ് എയിലെ ഏറ്റവും ചെറിയ ലെവലാണ് ലെവൽ 10. ലെവൽ 10ലെ ബേസിക് സാലറി എന്ന് പറയുന്നത് 56,100 റുപ്പീസ് ആണ്. അത് ബേസിക് ആണ്. സാലറി എന്ന് പറയുന്നത് ഇത് മാത്രമായിരിക്കില്ല. ഇതിന്റെ കൂടെ ഡിയർനെസ് അലവൻസ്, HRA, ഹൗസ് റെന്റ് അലവൻസ്, അതുപോലെ ട്രാൻസ്പോർട്ട് അലവൻസ്, ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. ഈ DAEയിൽ സയന്റിഫിക് ഓഫീസർ ആവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സാലറി എന്ന് പറയുന്ന അയാൾക്ക് കിട്ടുന്ന ഒരു സേവിങ്സ് മാത്രമാണ്. കാരണം മെഡിക്കൽ സംബന്ധമായിട്ട് അയാൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അത് അദ്ദേഹത്തിന് CSF ഒരു സ്കീമുണ്ട് മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ സ്കീമിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഇൻക്ലൂഡഡ് ആണ്. രണ്ടാമത്തത്, അദ്ദേഹത്തിന് ജോലി കിട്ടിയാൽ അദ്ദേഹത്തിന് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് എവിടെയാണോ ജോലി കിട്ടുന്നത് അവിടെ കൊടുക്കും. മൂന്നാമത്തത് മക്കളുടെ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ള സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സയന്റിഫിക് ഓഫീസറായി ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ രീതിയിലൊന്നും നമ്മളൊക്കെ സാധാരണ ശമ്പളം ചെലവഴിക്കാറുള്ള ഒന്നെങ്കിൽ വീടിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. ഈ 3 കാര്യത്തിനും DAEയിൽ സയന്റിഫിക് ഓഫീസറായി കിട്ടുന്ന ഒരാൾക്ക് പൈസ ചെലവഴിക്കേണ്ടി വരില്ല. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ശമ്പളം മുഴുവൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു അട്രാക്ഷൻ പറഞ്ഞതാണ്. പിന്നെ സയന്റിഫിക് ഓഫീസർ സി ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് അത് സ്റ്റാർട്ടിങ് മാത്രമാണ്. കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസിലൂടെ അദ്ദേഹത്തിന് സയന്റിഫിക് ഓഫീസർ D ആയി മാറാം. തൊട്ട് മുകളിലുള്ളതാണ്. അതിന്റെ കൂടെ ശമ്പളവും വർദ്ധിക്കും. പിന്നെ കുറച്ചുകൂടി അഡീഷണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സയന്റിഫിക് ഓഫീസർ E ആയി മാറാം. കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പോസ്റ്റുകളിലൂടെ ഒക്കെ കടന്നുപോയാൽ അദ്ദേഹത്തിന് സയന്റിഫിക് ഓഫീസർ F ആയി മാറാം. പിന്നെ സീനിയർ ലെവൽ സയന്റിസ്റ്റ് ആയിട്ട് സയന്റിഫിക് ഓഫീസർ Gയും ഔട്ട്സ്റ്റാൻഡിംഗ് സയന്റിസ്റ്റ് ആയിട്ട് Hഉം, പിന്നെ ഇതിന്റെ മുകളിൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് സയന്റിസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റുകളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് സയന്റിഫിക് ഓഫീസർ സി ആയിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഓൺലൈൻ എക്സാം ആണ് OCES അല്ലെങ്കിൽ DGFS എന്ന് പറയുന്നത്. ഇതെന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നത് ഞാൻ തുടർന്ന് വിശദീകരിക്കാം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഒരു ട്രെയിനിങ് ഉണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ആ ട്രെയിനിങ്ങിന്റെ സമയത്ത് സെലക്ട് ചെയ്യപ്പെടുന്ന ട്രെയിനികൾക്ക് 74,000 രൂപ ആണ് ഒരു മാസത്തിൽ സ്റ്റൈപ്പൻഡായി കിട്ടുക. അതോടൊപ്പം പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് 30,000 റുപ്പീസ് ബുക്ക് അലവൻസ് ആയിട്ടും. ഇനി ഈ എന്താണ് ഈ OCES എക്സാം എഴുതുന്നതിനുള്ള ബേസിക് ക്രൈറ്റീരിയ? 2-3 മെത്തേഡുകളുണ്ട്. ഒന്ന് CGPA, ബിടെക്കും അതുപോലെ ഐസറിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം CGPA ആയിരിക്കും. ഒരു 6 CGPA ഉള്ള ആൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അതുപോലെ പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 60% അഗ്രഗേറ്റ് പെർസെൻറ്റേജ് ഉള്ള ബിടെക് MSc സ്റ്റുഡൻസിന് ഇതിൽ ജോയിൻ ചെയ്യാം. ഏതൊക്കെ ഡിസിപ്ലിൻ ആണുള്ളത് എന്നുള്ളത് ഞാൻ വഴിയെ സൂചിപ്പിക്കാം. ഇങ്ങനെ ഇത്
മുഖേന ട്രെയിനിങ്ങിന് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അത് ഗ്യാരണ്ടീഡ് ആണ്. അത് എവിടെ ആയിരിക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ലെങ്കിലും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ന്യൂക്ലിയർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ DAE വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. സെലക്ഷൻ പ്രോസസ്സിന് 2 സ്റ്റേജുകളാണുള്ളത്. ഒന്ന് സ്ക്രീനിംഗ് സ്റ്റേജും രണ്ടാമത്തേത് ഇന്റർവ്യൂവും. സ്ക്രീനിംഗ് സ്റ്റേജിൽ ഒന്നെങ്കിൽ ഒരു ഓൺലൈൻ എക്സാം ഉണ്ട്. അത് OCES ഓർ DGFS എക്സാം ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗേറ്റ് എഴുതിയിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ഏതൊക്കെ ഗേറ്റ് ആണ് അതിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് വേണമെങ്കിൽ അതിന്റെ ബ്രോഷറിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. അതല്ല ബാർക്ക് DAEയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നൈസർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനും പറ്റും. അവർക്ക് CGPA 6 ഉണ്ട് എന്നുണ്ടെങ്കിൽ നൈസറിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അത് DAEന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആളുകൾക്ക് അറിയാം. നേരിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവർക്ക് ഇന്റർവ്യൂവിന് ഡയറക്റ്റ് ആയിട്ട് പോയി ചെയ്യാം. അപ്പൊ 3 മെത്തേഡാണുള്ളത്. ഒന്ന് ഓൺലൈൻ എക്സാം എഴുതുക, രണ്ടാമത്തത് ഗേറ്റ് സ്കോർ വെച്ച് എഴുതുക, മൂന്നാമത്തത് നേരിട്ടുള്ള ഇതാണ്. അത് നേരിട്ടുള്ള ആളുകൾ ഇവിടെ ഉള്ളത് എനിക്കറിയില്ല. മൂന്നാമത്തത് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 26 വയസ്സാണ്. OBCക്ക് ഒരു 3 വർഷത്തെ ഇളവുണ്ട്. 29 ഇയേഴ്സ് വരെയുള്ള ആളുകൾക്ക് OBCയിൽ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. SC ST മറ്റു വിഭാഗങ്ങൾക്ക് കുറച്ചുകൂടി ഏജ് ലിമിറ്റ് ഉണ്ട്. രണ്ടാമത്തത് സ്ക്രീനിങ് എക്സാം പാസ്സായി അല്ലെങ്കിൽ ഗേറ്റ് സ്കോർ അവർ വെച്ച കട്ട് ഓഫിന്റെ മുകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ സാധാരണ നടത്താറുള്ളത് ഹൈദരാബാദിലും മുംബൈയിലും വെച്ചിട്ടാണ്. ഇന്റർവ്യൂവിന് വേണ്ടി സെലക്ട് ആയി കഴിഞ്ഞാൽ തേർഡ് AC ടിക്കറ്റ് വരെ, ട്രെയിനിലെ തേർഡ് AC ടിക്കറ്റ് വരെ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്താണ് ആപ്ലിക്കേഷൻ പ്രോസസ്? ആപ്ലിക്കേഷൻ പ്രോസസ് ഒരു 4 സ്റ്റേജ് ആണ്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ബാർക്കിന്റെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ മൊബൈൽ ഫോൺ, ഇമെയിൽ ID പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതും. മൂന്നാമത്തത് കാൻഡിഡേറ്റിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. നാലാമത്തതാണ് പേയ്മെന്റ്. ഇതിൽ പേയ്മെന്റ് ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണുള്ളത്. 500 രൂപ ചാർജ് ഉണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാമിന് പേയ്മെന്റ് ഇല്ല. ഇതിൽ പങ്കെടുക്കുന്ന ബിടെക് ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസ് MSc ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജിയോളജി ഈ 4 ഡിസിപ്ലിനിൽ MSc ചെയ്യുന്ന ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും കംപ്ലീറ്റ് ആയിട്ടുള്ള വയസ്സ് 26ന്റെ 29ന്റെ മുകളിൽ ആയിട്ടില്ലാത്ത ആളുകൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് ഒരു പ്രിലിമിനറി സ്റ്റേജ് ഉണ്ട്. അതാണ് നമ്മൾ അതിലേക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിൽ IDയും മൊബൈൽ ഫോണും വെരിഫൈ ചെയ്യും. പിന്നെ അപ്ലിക്കന്റ് സാധാരണ ഉള്ളത് പോലെ തന്നെ സെപ്പറേറ്റ് ലോഗിൻ പേജിലേക്ക് ലോഗിൻ ചെയ്യണം. കാൻഡിഡേറ്റിന്റെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻസ് നൽകണം. അക്കാദമിക് ക്വാളിഫിക്കേഷൻസ്, അതുമായിട്ട് സ്ക്രീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, പിന്നെ ഡോക്യുമെന്റ് അപ്ലോഡിങ്. അതിനുശേഷം നമ്മളുടെ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് പരിശോധിക്കാം, പ്രിവ്യൂ ചെയ്യാം. എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ. അതിനുശേഷം പേയ്മെന്റ് ഉള്ള ബോയ്സിന് പേയ്മെന്റ് സ്റ്റേജ് ആണ് ലാസ്റ്റത്തെ സ്റ്റേജ്മെന്റ് എന്ന് പറയുന്നത്. പേയ്മെന്റ് ഇല്ലാത്തവർക്ക് ഫൈനൽ സബ്മിഷനിൽ തന്നെ രജിസ്ട്രേഷൻ നമ്പർ ജനറേറ്റ് ആവും. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്. നമ്മൾ ഈ പ്രോഗ്രാം ഇന്ന് നടത്താനുണ്ടായ കാരണം നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് കരുതിയിട്ടായിരുന്നു. ഇപ്പൊ ഞാൻ വെബ്സൈറ്റ് എടുത്ത് കയറി പരിശോധിച്ചപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒരു 6 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്. 31 ജനുവരി ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. എല്ലാ വർഷവും, ഈ വർഷം ഇപ്പോൾ അടുത്ത വർഷം ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യണമെന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് എല്ലാ വർഷവും ജനുവരി 1 തീയതിയാണ് ബാർക്കിന്റെ എക്സാം ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഒരു 6 മാസത്തെ പ്രോസസ്സാണ് ഈ ഇന്റർവ്യൂ എക്സാം എന്നൊക്കെ പറയുന്നത്. ആഗസ്റ്റ് 1 തീയതി, ജനുവരി 1 ആപ്ലിക്കേഷൻ വിളിക്കും. ആഗസ്റ്റ് 1 തീയതി ട്രെയിനിങ് ഓഫീസേഴ്സിന്റെ ക്ലാസ് തുടങ്ങുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ എക്സാമിനേഷൻ മാർച്ചിലാണ്. ഈ വർഷം 8, 9 തീയതികളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ബ്രോഷറിൽ കാണുന്നത്. സെലക്ഷൻ ഇന്റർവ്യൂകൾ സാധാരണ നടക്കാറുള്ളത് മെയിലും ജൂണിലുമാണ്.
ഫൈനൽ റിസൾട്ട് ജൂൺ ലാസ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ആഗസ്റ്റ് 1 തീയതി സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാറുള്ളത്. ഇതിന്റെ ലാസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ബാർക്കിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് കാണാം. ഇത് കോപ്പി ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല. ഇത് നേരെ ബാർക്ക് ഓൺലൈൻ എക്സാം എന്ന് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ ഫസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് ആണ് വരിക. ശരി, എക്സാമിന്റെ പാറ്റേൺ 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ 120 മിനിറ്റ്സ് ഉണ്ടാവും. ഒരു കറക്റ്റ് ആൻസറിന് 3 മാർക്കാണ്. അതുപോലെ ഇൻകറക്റ്റ് ആണ് ആൻസർ എന്നുണ്ടെങ്കിൽ 1 മാർക്കിന്റെ പെനാൽറ്റി ഉണ്ട്. പിന്നെ സിലബസ് എന്ന് പറയുന്നത് ഓരോ ഡിസിപ്ലിനും സ്പെസിഫിക് ആണ്. ബിടെക്കാർക്കും MSCക്കാർക്കുള്ള സിലബസ് ബ്രോഷറിൽ തന്നെ നൽകിയിട്ടുണ്ട്. ബ്രോഷറിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടാം. ലാസ്റ്റ് എക്സാം സെന്റേഴ്സ് ഇന്ത്യയിലെ എല്ലാ മേജർ സിറ്റീസും ഇതിന്റെ എക്സാം സെന്റേഴ്സ് ആണ്. കേരളത്തിലെ എക്സാം സെന്റേഴ്സ് കോഴിക്കോട്, മലപ്പുറം, എറണാകുളം എന്താ വരാത്തെ? കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ഉണ്ട്. ഓക്കെ, ശരി. ഇതിലൂടെ ട്രെയിനി ആയി ജോയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം DIയുടെ കീഴിലുള്ള വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് അവർക്ക് പ്ലേസ്മെന്റ് ഉണ്ടാവുക. അതിൽ ഒരു 6 റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈ, രാജാരാമണ്ണ അഡ്വാൻസ്ഡ് ടെക്നോളജി, RRCAT ഇൻഡോർ, IGCAR കൽപ്പാക്കം, വേരിയബിൾ ഇലക്ട്രോൺ സൈക്ലോൺ സെന്റർ കൊൽക്കത്ത, അറ്റോമിക് മിനറൽ ഡയറക്ടറേറ്റ് എക്സ്പ്ലോറേഷൻ റിസർച്ച് AMD ഹൈദരാബാദ്, ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജി ആൻഡ് പാർട്ടിസിപ്പേഷൻ ബഹാദൂർഗർ. ഇതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ്. ഇതല്ലാതെ ധാരാളം ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഉണ്ട്. NPCIL, UCIL, ബാവ്നി, IR ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എനർജി ലിമിറ്റഡ്. ഇതിനും പുറമെ കുറച്ച് റെഗുലേറ്ററി ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്. സപ്പോർട്ട് ഓർഗനൈസേഷൻ ഹെവി വാട്ടർ ബോർഡ് ഹൈദരാബാദിലുള്ള, അതുപോലെ എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈ പോലെയുള്ള ചില സ്പെഷ്യൽ യൂണിറ്റ്സ്. ഇതിലേക്കൊക്കെയുള്ള സയന്റിഫിക് ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരേ എക്സാം ആണ് OCES എന്ന് പറയുന്നത്. ഇത് അതിന്റെ മൊത്തത്തിലുള്ള ഒരു സ്ലൈഡാണ്. ഇനി ഇതിൽ അഡ്മിഷൻ ലഭിക്കുന്ന ഇന്റർവ്യൂവിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കുറച്ച് കുട്ടികൾക്ക് IIT ബോംബെയിലും IIT മദ്രാസിലെയും സെലക്ട് ചെയ്ത ചില പ്രോഗ്രാമുകളിൽ MTech ചെയ്യാനുള്ള അവസരം ബാർക്ക് നൽകുന്നുണ്ട്. ആ MTech ചെയ്യുന്ന സമയത്ത് അവർക്ക് നേരത്തെ OCS ആളുകൾക്ക് കിട്ടുന്ന അതേ സ്റ്റൈപ്പൻഡും, എന്നാൽ ബുക്കിന് വേണ്ടി OCS ട്രെയിനികൾക്ക് 30,000 ആണ് കിട്ടുക എന്നുണ്ടെങ്കിൽ DGFSന് സെലക്ട് ആവുന്ന കുട്ടികളെ സംബന്ധിച്ച് 60,000 രൂപ ബുക്ക് വാങ്ങുന്നതിന് വേണ്ടി കണ്ടിജൻസി ഗ്രാന്റ് ആയിട്ട് ലഭിക്കും. പക്ഷെ ഇത് ഇന്റർവ്യൂവിൽ ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് കുട്ടികൾക്കും, അതേസമയം അവർ ഗേറ്റ് സ്കോർ വെച്ചിട്ട് ഈ IIT ബോംബെയിലെ, IIT ബോംബെയിലെ, മദ്രാസിലെ ഈ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ എടുക്കുകയും വേണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് MTech അവർക്ക് IITയിൽ ചെയ്യാം. അവരെ ട്രെയിനി ആയിട്ടാണ് ബാർക്ക് കൺസിഡർ ചെയ്യുക. പക്ഷെ ഒരു ബോണ്ട് ഒപ്പിടാനുണ്ട്. 3 വർഷത്തേക്ക് അവർ ഇത് കഴിഞ്ഞാൽ 3 വർഷം DIA സെർവ് ചെയ്യുമെന്നുള്ള ഒരു ബോണ്ടും, അതിന് കുറച്ച് എന്തോ പൈസന്റെ ഒരു ബോണ്ടും ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർക്ക് MTech പഠിക്കാം. MTech പഠിച്ചു കഴിഞ്ഞാൽ 3 മാസത്തെ ഒരു ട്രെയിനിങ്ങിന് ശേഷം അവരെ സയന്റിഫിക് ഓഫീസർ C ആയിട്ട് നേരിട്ട് ബാർക്ക് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതാണ് DGFS എന്ന് പറയുന്നത്. അത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് മാത്രമാണുള്ളത്. സയൻസ് ഡിസിപ്ലിനിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ആ പ്രോഗ്രാം അപ്ലിക്കബിൾ അല്ല. ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ജനുവരി ഫസ്റ്റ് വീക്കിൽ IGCAR കൽപ്പാക്കത്ത് വെച്ച് ഈ പ്രോഗ്രാമിന്റെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ പങ്കെടുത്തതിന്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ബാർക്കിന്റെ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ I have read and understood the above information ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ അപ്ലൈ ഫോർ OCS പ്രോഗ്രാമിലേക്ക് നമ്മൾക്ക് കയറാൻ പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് ഈ ഒരു I have read the above information കാണാത്തത് കൊണ്ട് കുറെ സമയം ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. പക്ഷെ അത് വർക്ക് ചെയ്തിരുന്നില്ല. അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. താങ്ക് യു. നമുക്ക് 10 മിനിറ്റ് കൂടി ഉണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.